രേണുവിൻ്റെ തലയിൽ തൊപ്പി വെച്ചിട്ട് രേണുവിനെ അക്ബറിൻ്റെ തോളിൽ കയറ്റിയിരുത്തും. ഇതാണ് ഇന്നത്തെ ടാസ്കിൽ ഷാനവാസും അക്ബറും രേണുവും ചെയ്യാൻ പോകുന്നത്. വമ്പൻ പ്ലാനാണ്. രാത്രിയിൽ ഈ പ്ലാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രേണുവും പറയുന്നുണ്ട്, ഇത് പ്ലാൻ കൊള്ളാലോ, ഇത് അടിപൊളിയാണല്ലോ എന്ന് പറയുന്നു. രേണുവിന് അധികം വെയിറ്റ് ഇല്ലല്ലോ. അപ്പോൾ രേണു എന്തായാലും അക്ബറിൻ്റെ മേളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അക്ബർ നല്ല പൊക്കമാണ്. അക്ബർ ഒന്ന് കൈ ഉയർത്തി തുപ്പി പിടിച്ച് കഴിഞ്ഞാൽ ആർക്കും തന്നെ പിടിക്കാൻ പറ്റത്തില്ല. അപ്പം അക്ബറിൻ്റെ മുകളിലായിട്ട് രേണു കയറി ഇരുന്ന് തൊപ്പിയും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ഷാനവാസ് അടിയിൽ ഡിഫെൻഡ് ചെയ്യാൻ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരുത്തിനും ആ തൊപ്പി തൊടാൻ പോകുന്നില്ല. അതൊരു വമ്പൻ പ്ലാനാണ്. അവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ പറഞ്ഞു, എടാ ഇത് ഗ്രേറ്റ് പ്ലാനാണല്ലോ, നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും വിജയിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഷാനവാസാണ് ഈ ഒരു ഐഡിയ ആദ്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ടാസ്കിൽ അവർ ഈ ഒരു ഐഡിയ പ്രയോഗിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. പ്രൊമോയ്ക്കകത്ത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആരും തന്നെ അങ്ങനെ ഒരു ഐഡിയ ചെയ്യുന്നില്ല. പക്ഷേ പാതിരാത്രിയിൽ മസ്താനിയും റെനയും ഇത് വേറൊരു ഭാഗത്ത് നിന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. അതായത് മറ്റേ നമ്മുടെ ആ ലിവിങ് ഏരിയയുടെ അവിടെ നിന്ന്. മാത്രമല്ല അഭിലാഷിൻ്റെ പുറത്ത് നൂറ കയറിയിരിക്കുന്നതും കാണാം. പക്ഷേ നൂറ എന്ന് പറയുന്ന അത്യാവശ്യം വെയിറ്റുള്ള ആളാണ്. വെയിറ്റുള്ള ആൾ അഭിലാഷിൻ്റെ മണ്ടേ കയറി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തായാലും പ്രാക്ടീസൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. റെന ഫാത്തിമ ഓക്കെ, റേണുവും ഓക്കെ, ബട്ട് നൂറ അത്യാവശ്യം വെയിറ്റുള്ള ആളാണ്. അത് അഭിലാഷിൻ്റെ തലയിൽ കയറി ഇരുന്ന് പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ടാസ്ക് ലൈവിൽ നടക്കുമ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ബിഗ് ബോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.